ഏറ്റവും നല്ലൊരു മാർഗം പറഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആരും അറിയണ്ട. ഒന്നുമില്ല, അവനെ ഒന്ന് അറിയിക്കാനാ. ആളുകൾ വിചാരിച്ചോട്ടെ നമ്മൾ ഭയങ്കര സംഭവമായി. ആർക്കൊക്കെ ഇതില്ലയോ അവര് ഈ യുദ്ധത്തില്, ഈ ക്രൈസിസില് ഇരകളാണ്. കൊള്ളണ പോലെ പൊളിയാവും. വേറെ ആരെ കാണിച്ചില്ലെങ്കിലും കസ്റ്റമർക്ക് ഒരു സംഭവമില്ല. വരുന്ന വഴി ഒരു മിസൈൽ പോലും കണ്ടില്ല. അവനാണ് ഈ സമയത്തെ വേട്ടക്കാരൻ. എന്നിട്ട് അതിനെ ഒരു പടമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് ഇട്ടത്. അയ്യോ അയ്യോ ഞങ്ങളുടെ സാറ്. ഗ്രോത്ത് അല്ലെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉയർന്ന ചിന്താഗതി, സാറേ റെഡി. ജീവിതം പണി മേടിക്കുന്ന വഴി മനസ്സിലായോ? നിങ്ങളാണ് അവന്റെ അനുഗ്രഹം. ഇങ്ങനല്ല പോയിരിക്കണ്ടേ, ദൈവമാ നിങ്ങൾ. ഈ വെള്ളം തെളിയും. ആരുടെയൊക്കെ കയ്യിൽ ഇതുണ്ടോ, ഈ അന്തരീക്ഷം, ഇപ്പോഴാണ് അത് വിജയിപ്പിക്കണം. തുടങ്ങാൻ പോവാ. ശാന്തമാകും. നമ്മൾ തുടങ്ങുകയാണ്. പ്രെഡേറ്റർ എന്നെ വളർത്തിയിട്ടുള്ളത് പ്രതിസന്ധികളാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നപ്പോഴൊക്കെ ശ്രദ്ധിച്ച് കേട്ടോണേ, ആ ത്രില്ലിലാണ്. അതാണ് ലീഡേഴ്സ്. Think like a commander. Part 2. Think like a commander. പ്രതിസന്ധി, ക്രൈസിസ് മാനേജ്മെന്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈസിസ് മാനേജ്മെന്റിൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോയെ നമുക്ക് 3 കാണാൻ പറ്റും. ഒന്ന് ഇന്നലെ നമ്മൾ പഠിച്ചു, അതാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് എന്ന് പറയും. ഓപ്പറേറ്റിംഗ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസിന്റെ മേജർ ആക്ടിവിറ്റിയിൽ കൂടി നമുക്ക് കിട്ടുന്നതും നമുക്ക് ചെലവാകുന്നതുമായിട്ടുള്ള പണത്തെ കണക്കാക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ്, അല്ലെങ്കിൽ ഓ ക്യാഷ് എന്ന് പറയും. രണ്ടാമത്തെ ഒരു ക്യാഷ് ഉണ്ട്, അതാണ് ഇൻവെസ്റ്റിംഗ് ക്യാഷ്, അല്ലെങ്കിൽ ഐ ക്യാഷ് എന്ന് പറയും. ഇൻവെസ്റ്റിംഗ് ക്യാഷ് അല്ലെങ്കിൽ ഐ ക്യാഷ് എന്ന് പറയും. ഈ ഓപ്പറേറ്റിംഗ് ക്യാഷിൻ്റെ അകത്ത് അധികം വരുന്ന പണം, നമ്മുടെ കയ്യിലേക്ക് ലാഭമായി വരുന്ന പണം, അതെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഐ ക്യാഷ്. മൂന്നാമത്തതാണ് എഫ് ക്യാഷ്, അല്ലെങ്കിൽ ഫിനാൻസിങ് ക്യാഷ് എന്ന് പറയും. എഫ് ക്യാഷ്. സോ ഓ ക്യാഷ്, ഐ ക്യാഷ്, എഫ് ക്യാഷ്. എഫ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ പഠിച്ചു, ഏതെങ്കിലും സാഹചര്യത്തിൽ അത് നിലനിൽപ്പിന്, സർവൈവ് ചെയ്യാൻ വേണ്ടി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഗ്രോത്തിന് വേണ്ടി ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ബാങ്കിനെയോ ഒരു ഡെപ്റ്റിനെയോ ഒരു ലോണിനെയോ ഒരു എക്സ്റ്റേണൽ ഫണ്ടിനെയോ ഇൻക്ലൂഡിങ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അതിന്റെ പേരാണ് എഫ് ക്യാഷ്. ഓ ക്യാഷ് എന്താണ്? ബിസിനസ് ഓപ്പറേഷൻസിൽ കൂടി, ബിസിനസിന്റെ മേജർ ആക്ടിവിറ്റിയിൽ കൂടി വരുന്ന പണം മൈനസ് ചെലവാക്കുന്ന പണം, അതിൻ്റെ അകത്ത് വരുന്ന ലാഭം എന്താണോ ആ വരുന്ന പണത്തെ കൈകാര്യം ചെയ്യുന്നതാണ് ഐ ക്യാഷ്, ഇൻവെസ്റ്റിംഗ് ക്യാഷ്. മൂന്നാമത്തെ എഫ് ക്യാഷ് എന്താണ്? ഗ്രോത്തിന് വേണ്ടിയിട്ടായിക്കോട്ടെ, സർവൈവലബിലിറ്റിക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, സർവൈവ് ചെയ്യാൻ വേണ്ടി ആയിക്കോട്ടെ, നമ്മൾ എക്സ്റ്റേണൽ ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് എഫ് ക്യാഷ്. സോ ആരാണ് ഈ ക്രൈസിസ് പീരീഡ് ഓവർകം ചെയ്യാൻ പോകുന്നത്? ഏറ്റവും സുഖമായി അതിനെ ഓവർകം ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് കിട്ടിയ ലാഭം, ഇൻവെസ്റ്റിംഗ് ക്യാഷ്, അത് ആരൊക്കെ റിസർവ് ഫണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടോ, അത് ആരുടെയൊക്കെ കയ്യിൽ ഇത് പോസിറ്റീവായിട്ട് വരുന്നോ, അതായത് എൻ്റെ ഓപ്പറേഷൻസിൽ കൂടി എൻ്റെ കമ്പനിക്ക് കിട്ടുന്നത് 10 ലക്ഷം രൂപ, എൻ്റെ ഓപ്പറേഷൻസിലെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 8 ലക്ഷം രൂപ എങ്കിൽ എൻ്റെ ഓ ക്യാഷ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ. ഓപ്പറേഷൻസ് ക്യാഷിൽ കൂടി എനിക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഏത് പീരീഡിലാണോ എനിക്ക് 2 ലക്ഷം രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 ലക്ഷം ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഐ ക്യാഷിൻ്റെ അകത്ത് വരുന്നത്. ഇനി ചില സാഹചര്യങ്ങളിൽ എൻ്റെ ചെലവ് 10 ലക്ഷം, വരവ് 10 ലക്ഷം, ചെലവ് 13 ലക്ഷം. അപ്പൊ എന്തായി? ഓ ക്യാഷ് മൈനസ് 3 ലക്ഷം. ഈ സമയത്ത് എന്താണ്? എൻ്റെ ചെലവ് മീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യേണ്ടി വരുന്നു? എൻ്റെ ഫിനാൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, ലോണിനെ. അപ്പൊ എന്താ ചെയ്യുന്നത്?
ഒരു മാസ്ക് എടുത്ത് വെക്കുകയാണ് സിലിണ്ടർ വെച്ചിട്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് പൈസ കിട്ടുമ്പോൾ ഇത് ഓക്കെ. ഈ 3 ലക്ഷം രൂപ ഷോർട്ടേജ് വന്നത് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. എന്നിട്ട് ഇത് 6 മാസമായിട്ട് തിരിച്ചടയ്ക്കണം. തിരിച്ചടയ്ക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ മാസത്തെ വരുമാനം, അടുത്ത മാസത്തെ വരുമാനം 10 ലക്ഷം. അടുത്ത മാസത്തെ പക്ഷെ ചെലവെന്ന് പറയുന്നത് 13.5 ലക്ഷമാണ്. കാരണം എന്താ? ഇതിന്റെ തിരിച്ചടവും ഓപ്പറേഷൻസിന്റെ അകത്ത് വരും. ഇപ്പൊ കടവ് എത്രയായി? അടുത്ത മാസം റൺ ചെയ്യാൻ 3.5 ലക്ഷം രൂപ കടവെടുക്കണം. അതിന്റെ അടുത്ത മാസം ആകുമ്പോഴത്തേക്കിന് അതിന്റെ തിരിച്ചടവും കൂടെ ചേർന്നിട്ട് 4 ലക്ഷം രൂപ കടവായി. അതിന്റെ അടുത്ത മാസം അതിന്റെ തിരിച്ചടവും കൂടെ ചേർന്നിട്ട് ഇത് 4.5 കടം കൂടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നോ? അതുകൊണ്ടാണ് ബേസിക്കലി പറയുന്നത് ഇത് പോസിറ്റീവ് ആക്കുക, ഇത് ഡെയിലി പോസിറ്റീവ് ആക്കുക, ഇത് വീക്ക്ലി പോസിറ്റീവ് ആക്കുക, ഇത് മന്ത്ലി പോസിറ്റീവ് ആക്കുക, ഇത് ക്വാർട്ടർലി പോസിറ്റീവ് ആക്കുക. ആ പോസിറ്റീവ് ആക്കുന്നതിൻ്റെ അകത്തുനിന്ന് ഒരു പങ്ക് റിസർവ് ഫണ്ടായിട്ട് മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുക. എന്തിന്? ഇൻ ടൈം ഓഫ് ക്രൈസിസ്. ഈ മൈനസ് വരുന്ന സമയത്ത് എഫ് ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത്. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഐ ക്യാഷ്, അത് നമ്മുടെ പൈസയാണ്, മുൻകാലങ്ങളിലെ ലാഭത്തിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന പൈസയാണ്. ഇത് നമ്മളെ ഫണ്ട് ചെയ്യും. ആശുപത്രിയിൽ പോയി കിടക്കണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ത്? ആ ഓക്സിജൻ മാസ്ക്. ഇതാണ് റിസർവ് ഫണ്ട്. ക്രൈസിസ് സമയത്ത് എന്ത് സംഭവിക്കും? ചിലപ്പോ ഓപ്പറേഷൻസ് നെഗറ്റീവായി വരാം, കാരണം ചെലവ് അതുപോലെ തന്നെ നിൽക്കുക. അതുകൊണ്ട് ഇന്നലെ നമ്മൾ പഠിച്ചത് ഫിക്സഡ് എക്സ്പെൻസുകൾ പരമാവധി കുറയ്ക്കുക ക്രൈസിസിൽ. റെന്റൽ ടീമുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, ആവശ്യമില്ലാത്ത സ്റ്റാഫിനെ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത എക്സ്പെൻസുകൾ ഒഴിവാക്കുക. അതുവഴി എന്ത് വരും? എക്സ്പെൻസ് കുറയുമ്പോൾ ഓ ക്യാഷ് ഔട്ട് കുറയും. കാരണം ഓ ക്യാഷ് ഇൻ കുറഞ്ഞു, വരവ് കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുക? ചെലവും കുറയ്ക്കുക അതിന് ആനുപാതികമായി. ഇല്ലെങ്കിൽ ആ ഗ്യാപ്പ് അവിടെ വരും. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നിങ്ങൾ എക്സ്റ്റേണൽ പലിശക്കാരനെയോ ബാങ്കിനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? അതോ നിങ്ങളുടെ മുൻകാലങ്ങളുടെ ലാഭത്തിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന ആ പണം, റിസർവ് ഫണ്ട്, ഈ എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉപകരിക്കാനുണ്ടോ? ഇതാണ് ചോദ്യം. സോ എത്ര നെഗറ്റീവിലേക്ക് പോയാലും മിനിമം 3 മന്ത്സിൽ എഫ് ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാത്ത കമ്പനികളാണ് സ്റ്റേബിൾ കമ്പനീസ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇത് 6 മാസം നെഗറ്റീവ് അടിച്ചു പോയാലും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാതെ 6 മന്ത്സിലേക്കുള്ള ഓപ്പറേഷണൽ ക്യാഷ് കയ്യിൽ വെച്ചിട്ടുള്ള, ഇൻവെസ്റ്റിംഗ് ഫണ്ടായിട്ട് കയ്യിൽ റിസർവ് വെച്ചിട്ടുള്ള കമ്പനികൾ ഈ ക്രൈസിസിൽ പൊളിച്ചടുക്കും. ആർക്കൊക്കെ ഇതില്ലയോ അവര് ഈ യുദ്ധത്തിലെ, ഈ ക്രൈസിസിലെ ഇരകളാണ്. ആരുടെയൊക്കെ കയ്യിൽ ഇതുണ്ടോ അവനാണ് ഈ സമയത്തെ വേട്ടക്കാരൻ, പ്രെഡേറ്റർ. ഒന്നിര, ഒന്ന് വേട്ടക്കാരൻ. എന്താണ് വ്യത്യാസം? വേട്ടക്കാരന്റെ ഐ ക്യാഷിൽ ഫണ്ടുണ്ട്, റിസർവ് ഫണ്ട്. ഇര ആരാണ്? ക്രൈസിസ് ഉണ്ടായാൽ ഉടനെ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. സോ നിങ്ങൾ ഈ ലോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ കടത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കഴിഞ്ഞ ഒരു 6 മാസത്തെ ഓ ക്യാഷ് എടുത്ത് നോക്കുക. ഓ ക്യാഷ് എടുക്കുന്നു. അപ്പം അത് എനിക്ക് മനസ്സിലായി, കഴിഞ്ഞ ഒരു 6 മാസത്തിൽ എൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എല്ലാ മാസവും 10 ലക്ഷം രൂപ വരുമാനവും 9 ലക്ഷം രൂപ ചെലവും 1 ലക്ഷം രൂപയാണ് എൻ്റെ ഓപ്പറേഷൻസ് ക്യാഷിൽ കൂടി എനിക്ക് കിട്ടുന്നത്. അതായത് ബിസിനസിന്റെ മേജർ ആക്ടിവിറ്റിയിൽ കൂടി എനിക്ക് കിട്ടുന്നത് 1 ലക്ഷം രൂപയാണ് എന്ന് മനസ്സിലായി. ഈ കഴിഞ്ഞ 1 മാസത്തെ അല്ല, 2 മാസത്തെ അല്ല, 6 മാസമായിട്ട് കൺസിസ്റ്റന്റ് ആയി പോസിറ്റീവായിട്ട് ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോണം, കൺസിസ്റ്റന്റ് ആയി പോസിറ്റീവായി ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് 1 ലക്ഷം രൂപയാണ് എന്നിരിക്കട്ടെ. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, ആ 1 ലക്ഷം രൂപയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ 20% അല്ലെങ്കിൽ മാക്സിമം പോയ 25% വരെ EMI വരുന്ന ലോൺ നിങ്ങൾക്ക് എടുക്കാം. അതായത് 1 ലക്ഷത്തിന്റെ 25%, അതായത് 25,000 രൂപ വരെ EMI തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും. അതാണ് കാൽക്കുലേഷൻ.
ഓപ്പറേഷൻസ് ക്യാഷ് കൺസിസ്റ്റന്റ് ആയി നിങ്ങൾക്ക് എത്ര വന്നിട്ടുണ്ടോ അതിന്റെ 20-25% മാത്രമേ ലോൺ എടുക്കാൻ പാടുള്ളൂ. എഫ് ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമേ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റൂ. ഈ ബാങ്കുകാർ ചെയ്യുന്ന എന്താണെന്നറിയോ? ബാങ്കുകാർ നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ നോക്കും. ടേൺ ഓവർ നോക്കിയിട്ട് അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു വർഷം കഴിയുമ്പോൾ പറയും നിങ്ങൾക്ക് ഇവിടെ ഒരു ഓടി പാസ്സായി കിടപ്പുണ്ട് കേട്ടോ. അവൻ ഇത് നോക്കത്തില്ല. അവൻ ആ ടേൺ ഓവറിന് എഗൻസ്റ്റ് ആണ് നമുക്ക് ലോൺ തരുന്നത്. ലോൺ കിട്ടുമ്പോ എന്തായി? ഇത് നിറഞ്ഞു. ഇത് നിറയുമ്പോ എന്തുണ്ടാകും? നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാതെ ഈ പൈസ എടുത്ത് പല കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നത്, പുതിയ സ്റ്റോക്ക് എടുത്തു വെക്കുന്നത്, വണ്ടി ഒന്ന് മാറുന്നത്, ഓഫീസ് ഒന്ന് മോടി പിടിപ്പിക്കുന്നത്, സിസ്റ്റം ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്നത്. ഇതൊക്കെ ഏത് കാശെടുത്തിട്ടാ? ഇതൊക്കെ തിരിച്ചടയ്ക്കേണ്ടത് എവിടുന്നാ? ഇത് വെച്ചിട്ട്. ഈ പൈസ ഇങ്ങോട്ട് കിട്ടുമ്പോ നമ്മൾ അറിയാതെ തന്നെ ഇൻവെസ്റ്റിംഗ് കത്തിച്ച് കളയും. പക്ഷെ ഇത് തിരിച്ചടയ്ക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാ? ബിസിനസിന്റെ ഉത്തരവാദിത്വം. എന്തുകൊണ്ട് ബിസിനസിന്റെ പൈസ നിങ്ങൾ അടിച്ചു മാറ്റരുത്? ഒരു പരിധിക്ക് മുകളിൽ നിങ്ങൾ എത്ര എടുക്കണം എന്നുള്ളതിന് കൃത്യമായ കാൽക്കുലേഷൻസ് ഉണ്ടാവണം. അതിന് മുകളിൽ ബിസിനസ് ഓണർ എടുക്കാൻ പാടില്ല. എടുത്താലുള്ള പ്രശ്നം എന്താ? നിങ്ങൾ പിന്നീട് വർക്ക് ചെയ്യുന്നത്, ഈ ബിസിനസ് പിന്നെ റൺ ചെയ്യുന്നത് ബാങ്കിന് വേണ്ടിയിട്ടായിരിക്കും. ഈ ക്രൈസിസിൽ എന്താ സംഭവിക്കുന്നത്? ഇത് നെഗറ്റീവ് ആകാൻ സാധ്യത കൂടുതലാണ് ഓപ്പറേഷൻസ് ക്യാഷ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പരമാവധി നേരത്തെ ക്യാഷ് കളക്ട് ചെയ്യുക, പരമാവധി കടം കൊടുക്കാതിരിക്കുക, പരമാവധി ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണെങ്കിലും ക്യാഷ് ഇൻഫ്ലോ കൊണ്ടുവരിക, ചെലവ് പരമാവധി ചവിട്ടുക. അപ്പൊ എന്തായി? ഓ ക്യാഷ് പോസിറ്റീവായിട്ട് നിൽക്കും. ഇനിയുള്ള കാലത്തെങ്കിലും ഈ മാസങ്ങളിൽ കിട്ടുന്ന, ആഴ്ചകളിൽ കിട്ടുന്ന ഈ പോസിറ്റീവ് ക്യാഷ് ഫ്ലോയുടെ ഒരു പങ്ക്, അത് 2% ആയിക്കോട്ടെ, 5% ആയിക്കോട്ടെ, ഇനി അതല്ല വലിയൊരു പ്രൊജക്ട് നമുക്ക് ഒറ്റയടിക്ക് കിട്ടി, അതിൽ നിന്ന് ഒരു നല്ല എമൗണ്ട് റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. എന്തിന്? അറ്റ് ടൈം ഓഫ് ക്രൈസിസ് ഇത് നെഗറ്റീവ് ആകുന്ന സമയത്ത് ആകും. കാരണം ബിസിനസ് ഇങ്ങനെയാ, റോളർ കോസ്റ്ററാ. നമ്മൾ പോലും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ഇപ്പൊ ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇത് എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ എന്ത് ചെയ്യുക? ഈ റിസർവ് ഫണ്ട് വെച്ചേക്കുക. എന്തിനു വേണ്ടി? ഫ്യൂച്ചറിൽ വരാൻ അതും ഏതെങ്കിലും വസ്തു മേടിച്ചിടുക അല്ല, എന്തെങ്കിലും കാര്യത്തിൽ കൊണ്ടുപോയി പലിശയ്ക്ക് കൊടുക്കുക അല്ല. ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഫണ്ട് വെച്ചേക്കണം. അതൊരു FD ആകാം, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എൻകാഷ് ചെയ്യാൻ പറ്റണം. ഈവൻ ഗോൾഡ് ഈസ് ഓൾസോ നോട്ട് സേഫ്. കാരണം ക്രൈസിസ് വരുന്ന സമയത്ത്, സ്വർണത്തിന് വില കൂടിയ സമയത്ത് സ്വർണം വിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സാധനം വിൽക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇതിനെ ഇമ്മീഡിയറ്റ്ലി ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന റിസർവ് ഫണ്ടിൽ ഏറ്റവും മികച്ച പരിപാടി FD ഇട്ടേക്കുക എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും സേഫസ്റ്റ് ആ റിസർവ് ഫണ്ട് FD ആയിട്ട് അവിടെ കിടന്നോട്ടെ. കാരണം ഒറ്റ മെസ്സേജിൽ ആ പണം നമുക്ക് എൻകാഷ് ചെയ്യാൻ പറ്റും. 1 രൂപ പോലും കുറയത്തില്ല എന്ന് 100% ഉറപ്പ്. എന്നിട്ട് ഇത് റിസർവിൽ ഇടണം ഇനിയുള്ള കാലത്തെങ്കിലും. ഞാൻ കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റിസർവ് ഫണ്ട് വേണം വേണം വേണം. എന്തിന്? എപ്പോഴെങ്കിലും ഓപ്പറേഷൻസ് ക്യാഷ് നെഗറ്റീവ് ആയാൽ ഇത് മതി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. ഇതാവരുത്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത്. അപ്പം നിങ്ങൾക്ക് ലോൺ എടുക്കണോ വേണ്ടയോ, അല്ലെ ലോൺ എടുക്കാൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ? കൺസിസ്റ്റന്റ് ആയി 6 മാസം ഇത് പോസിറ്റീവ് ആകണം, കണ്ടീഷൻ നമ്പർ 1. 2, അങ്ങനെ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എത്രയാണോ, നിങ്ങളുടെ ഓപ്പറേഷൻസ് ക്യാഷിലെ പ്രോഫിറ്റ് എത്രയാണോ, ക്യാഷിന്റെ പ്രോഫിറ്റ്, റവന്യൂ അല്ല, ഇൻവോയ്സ് അല്ല, പേപ്പറിലെ പ്രോഫിറ്റ് അല്ല, ക്യാഷിന്റെ പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ 20% EMI വരുന്നതാണ് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റുന്നത്. എന്റെ ചോദ്യം, ഈ കണക്ക് വെച്ചിട്ടാണോ നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്തിരിക്കുന്നത്? ഈ കണക്ക് വെച്ചിട്ടാണോ നിങ്ങൾ EMI ഇട്ട് വണ്ടി ഇറക്കിയത്? ഈ കണക്ക് നോക്കിയിട്ടാണോ നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി ലോൺ എടുത്തിരിക്കുന്നത്? സോ ആരുടെ കയ്യിൽ, ആർക്കൊക്കെ ഈ ഒരു ക്രൈസിസ് സമയത്ത് ഇത് റൺ ചെയ്യാൻ വേണ്ടി, ഒന്നെങ്കിൽ ഇത് തന്നെ റൺ ചെയ്യുന്നു, ഇതിനെ പോലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഓപ്പറേഷൻസ് തന്നെ റൺ ചെയ്ത് നമ്മളുടെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചത്. ഇൻ കേസ് ഇത് നെഗറ്റീവ് ആയാൽ ഇവിടുന്ന് എടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ, അവരാണ് ഈ ക്രൈസിസിലെ ഏറ്റവും വലിയ, ഓരോ ക്രൈസിസിലെയും ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത് അവരാണ്. കാരണം ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് അപ്പ്
യുവർ മാർക്കറ്റ് ഷെയർ. ക്രൈസിസ് ആക്ച്വലി നമ്മളുടെ മുന്നിൽ അവസരങ്ങൾ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ് റെഡ്യൂസസ് കോമ്പറ്റീഷൻ. കാരണം മിക്ക കോമ്പറ്റീറ്റേഴ്സും അത് ഏത് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, ഇവരൊക്കെ ഇത് തട്ടിയും മുട്ടിയും റോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവരാ. ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ഇത് നെഗറ്റീവ് അടിക്കുന്ന സമയത്ത് ഇവർ പാനിക് ആകും. കാരണം ആ സമയത്ത് ഇവർക്ക് ബാങ്കിന് ലോൺ കൊടുക്കില്ല, ആ സമയത്ത് ഒരു ആളും ഇവർക്ക് പൈസ കൊടുക്കില്ല, സപ്ലയേഴ്സ് കടം കൊടുക്കില്ല, കസ്റ്റമേഴ്സിന് മനസ്സിലായി ഇവൻ പെട്ട് നിൽക്കുകയാണെന്ന്, അവരും കൊടുക്കില്ല. സോ ഒരുപാട് അൺവാണ്ടഡ് കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ ഇമ്മച്വർ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാതാകാൻ പോവുകയാണ് ഈ ക്രൈസിസിൽ. ഇറ്റ്സ് എ ഗുഡ് തിങ്. സോ ക്രൈസിസ് വിൽ റെഡ്യൂസ് യുവർ കോമ്പറ്റീഷൻ. കാരണം അവൻ ഇത് താങ്ങാൻ പറ്റില്ല, ഇവിടുന്നും ഫണ്ട് കിട്ടില്ല, ഇവന്റെ കയ്യിൽ ഒന്നും ഇല്ലതാനും, അവൻ പണിക്ക് പോവും. ഇവൻ അടുത്ത മാസം തൊട്ട് പണിക്ക് പോവും. ഈ പണി നിർത്തിയിട്ട് വേറെ പണിക്ക് പോവെന്ന് ഞാൻ എത്ര ട്രെയിനർമാരെ കണ്ടേക്കുന്നു. ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഒരു ചെറിയ പ്രതിസന്ധി വന്നു കഴിയുമ്പോഴത്തേന് അടുത്ത മാസം തൊട്ട് ജോലിക്ക് കയറിയിരിക്കുന്ന എത്ര പേരെ എനിക്കറിയാം. സോ നമ്മളുടെ ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ കോളം തീരുമാനിക്കും നമ്മളുടെ റൺവേയുടെ ലെങ്ത് എത്ര എന്ന്. ഈ റൺവേ ആർക്കൊക്കെ ലെങ്തി ആയിട്ടുണ്ടോ അവർക്ക് ഈ ക്രൈസിസ് സമയത്ത് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടും മറ്റെല്ലാവരേക്കാൾ. അപ്പം ആർക്കാണ് ഈ റൺവേ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോ ഈ ക്രൈസിസ് സമയത്തെ ചോദ്യം. ഇപ്പൊ മനസ്സിലായോ റൺവേ എന്താണെന്ന്? ഇറ്റ് ഈസ് ഐ ക്യാഷ്. ഐ ക്യാഷിന്റെ അകത്ത് റിസർവ് ഫണ്ട്. നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഷന് പോകുന്ന സമയത്തും നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഷൻ നിങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നല്ലോ എൻ്റെ അടുത്ത് വന്നത്. ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നോ പറഞ്ഞു? നിങ്ങൾ എക്സ്പാൻഷന് പോകുന്നത് ഒന്നെങ്കിൽ ഇൻവെസ്റ്ററുടെ പൈസ കൊണ്ട്, അല്ലെങ്കിൽ ബാങ്കിന്റെ പൈസ കൊണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് കടം മേടിക്കുന്ന പണം കൊണ്ട് എക്സ്പാൻഷന് പോകുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. അതെന്ത് ആണെന്നാ പറഞ്ഞേ? എഫ് ക്യാഷ്. ഇത് തിരിച്ചടയ്ക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഒ ക്യാഷ്. നിങ്ങൾ ഈ എക്സ്പാൻഷന് പോയി പുതിയ ബ്രാഞ്ച് ഇട്ടിട്ട് എന്നാണ് അത് പോസിറ്റീവായി വരാൻ പോകുന്നത്? അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നിലവിലുള്ള ഒ ക്യാഷ്, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രാഞ്ചിലെ ഒ ക്യാഷിൽ നിന്ന് എടുത്തിട്ട് പുതിയ എക്സ്പാൻഷന്, ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഇതിന്റെ തിരിച്ചടവ് ഇതിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പൊ എന്തുണ്ടാവും? അത് ഓൾറെഡി നഷ്ടത്തിൽ പുതിയത്. ഇവിടുന്ന് അത് തിരിച്ചടയ്ക്കാനുള്ള പൈസ ഇതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ ഇവിടേക്ക് മാറ്റി വെക്കാനൊന്നുമില്ല, നമുക്ക് എടുക്കാനൊന്നുമില്ല. മൊത്തത്തിൽ അതിന്റെ എഫ് ക്യാഷ് തിരിച്ചടയ്ക്കാൻ വേണ്ടി നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ബ്രാഞ്ചിന്റെ ഒ ക്യാഷിലെ പൈസ എടുത്തോണ്ട് പോകും. അതും 3G, ഇതും 3G. ഇതുകൊണ്ടാണ് പറയുന്നത് ഈ ഗ്രോത്ത് അല്ലെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉയർന്ന ചിന്താഗതി, ജീവിതം. ഇതുകൊണ്ടാണ് പറയുന്നത് ഗ്രോത്ത് ഈറ്റ്സ് ക്യാഷ്. എപ്പോഴൊക്കെ നിങ്ങൾ വളരാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെ നമുക്ക് പണം നഷ്ടപ്പെടുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാ. കാരണം ഇത് തിരിച്ചടയ്ക്കേണ്ടത് എവിടെ നിന്നാ? ഒ ക്യാഷ് ആണ് തിരിച്ചടയ്ക്കേണ്ടത്. എഫ് ക്യാഷ്, EMI, റെന്റ് എല്ലാം തിരിച്ചടയ്ക്കേണ്ടത് ഇവന്റെ ഉത്തരവാദിത്വമാണ്. സോ റൺവേ ആർക്കൊക്കെ കൂടുതലുണ്ടോ അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. സോ ഇപ്പോ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് രണ്ട് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും ബിസിനസ്സുകാരുടെ ഇടയിൽ. ഒന്ന് പ്രേ മൈൻഡ് സെറ്റ്, ഇരകളാ. അവർ കരയാൻ തുടങ്ങും. അയ്യോ യുദ്ധമാണേ, അയ്യോ ബോംബാണേ, അയ്യോ കടം കിട്ടുന്നില്ല, അയ്യോ കാശുണ്ട് കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് അവർ പാനിക് ആവും, അവർ ഫ്രീസ് ആയി പോവും, എന്ത് ചെയ്യണമെന്നറിയില്ല. അവരുടെ പ്രശ്നം എന്താ? ഒ ക്യാഷ് നെഗറ്റീവാണ്, ഐ ക്യാഷിന്റെ അകത്ത് ഒന്നുമില്ല, എഫ് ക്യാഷ് അവർക്ക് ഫണ്ട് ഇപ്പൊ ആരും കൊടുക്കുന്നില്ല. ഈ കടം കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? ശ്രദ്ധിച്ച് കേട്ടോണം എന്നെ. കടം കൊടുക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഒരു കസ്റ്റമർക്ക് നിങ്ങൾ കടം കൊടുക്കുന്നു. ഈ നമ്മൾ കൊടുക്കുന്ന എന്താണ്? നമുക്ക് ചെലവാകുന്ന പൈസ നമ്മൾ കൊടുക്കുകയാണ്. അതെന്താണ്? നമ്മളുടെ ഒ ക്യാഷ് ആണേ, കടമാ കൊടുത്തത്. അവൻ ഇപ്പൊ ഈ പൈസ തരണ്ട, ഇപ്പം റെഡി ക്യാഷ് തരണമെന്നുണ്ടെങ്കിൽ അവന്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്ത് നോക്കിക്കേ. റെഡി ക്യാഷ് തരണമെങ്കിൽ ഇത് അവന്റെ ഒ ക്യാഷ് ആയി മാറി. കാരണം എന്താ? അവന്റെ ഓപ്പറേഷൻസിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി ക്യാഷ് തരണം അവന്റെ. ഇത് നമ്മളുടെ ഓക്കെ, ഇത് ഒ ക്യാഷ്, ഇത് ഐ ക്യാഷ്, ഇത് എഫ് ക്യാഷ്. ഇത് നമ്മളുടെ, ഇത് നമ്മളുടെ കസ്റ്റമറിന്റെ, ഇത് നമ്മുടെ കസ്റ്റമറിന്റെ. ഇത് ഒ ക്യാഷ്, ഇത് ഐ ക്യാഷ്,
ഇത് എഫ് ക്യാഷ്. നിങ്ങൾ റെഡി പേയ്മെന്റിൽ ഒരു സാധനം വിൽക്കുന്നു, അവിടെ എന്താണ്, നിങ്ങൾക്ക് കുറച്ച് ചെലവ് വരും, അതെന്താണ്, ഓ ക്യാഷ് ആണ്. അപ്പോ ഇവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നു, അതെന്താണ്, ഓ ക്യാഷ് ആണ്. കാശ് സാധനം കൊടുത്ത് കാശ് മേടിച്ചിട്ട് സാധനം കൊടുക്കുന്നു. ഇനി നമ്മൾ സാധനം കൊടുക്കുന്നു, എന്തുണ്ടായി, നമുക്ക് ചെലവുണ്ടായി, നമ്മുടെ ഇൻവെന്ററി പോയി, നമ്മുടെ സർവീസ് കൊടുത്തു, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ എന്തായി, ഓ ക്യാഷിൽ നിന്ന് എക്സ്പെൻസ് വന്നു, വിച്ച് മീൻസ് നെഗറ്റീവ്. ഇവൻ സാധനം കിട്ടി അല്ലെ സർവീസ് കിട്ടി നമ്മുടെ കസ്റ്റമറിന്, ഓക്കെ. ഇവൻ ഇപ്പൊ കാശ് തരണ്ട, 30 days അല്ലെ 45 days കഴിഞ്ഞ് ഇവൻ കാശ് തന്നാൽ മതി എന്നാണ് നമ്മളുടെ കണ്ടീഷൻ. ഈ 45 daysലേക്ക് ഇവന്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിക്കേ. 45 daysലേക്ക് നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ അവനെ സംബന്ധിച്ച് എന്താണ്, എഫ് ക്യാഷ്. വിച്ച് മീൻസ് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറെ ഫണ്ടറായി മാറുന്നു വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറുടെ ബാങ്കായി മാറുന്നു, ഒരു പലിശയും മേടിക്കാതെ, ഒരു ഗ്യാരണ്ടിയും മേടിക്കാതെ. നിങ്ങളുടെ ഓ ക്യാഷ് അവന്റെ എഫ് ക്യാഷ് ആയി മാറുന്നു നിങ്ങൾ കടം കൊടുത്താൽ. ഇന്നലെ നമ്മൾ പഠിച്ചു, നമ്മളുടെ സപ്ലയേഴ്സിന്റെ അടുത്ത് നമ്മൾ ക്രെഡിറ്റ് പീരീഡ് കൂടുതൽ ചോദിക്കണം. എന്തിന്? അവൻ നമുക്ക് സാധനം തരുന്നു, അതെന്താണ്, അവന്റെ ഓ ക്യാഷ്. 60 ദിവസം കഴിഞ്ഞു കൊടുത്താൽ മതി അവന് പൈസ. അതെന്തായി മാറി? 60 ദിവസത്തേക്ക് ആ ഫണ്ട് നമുക്ക് എഫ് ക്യാഷ്. ഒരൊറ്റ റീനെഗോസിയേഷനിൽ നമുക്ക് എന്ത് കിട്ടി? 15 ദിവസത്തേക്കും കൂടെ ഫിനാൻസ് കിട്ടി, 0 ഇൻട്രസ്റ്റ്. അപ്പൊ എന്റെ ചോദ്യം ഇതാ, ബാങ്കിന് നമ്മൾ പലിശ കൊടുക്കണം, ഓക്കെ. ബാങ്കിന് കൊടുക്കുന്ന പലിശ 14% തൊട്ട് ക്രെഡിറ്റ് കാർഡ് എടുത്തിരിക്കുകയാണെങ്കിൽ 36% വരെ നമ്മൾ പലിശ കൊടുക്കണം, ആണോ? ഇന്നലെ നമ്മൾ എന്താ പഠിച്ച്? 2-5% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണെങ്കിലും അപ്ഫ്രണ്ട് ക്യാഷ് മേടിക്കാൻ പറഞ്ഞു. കാരണം എന്താ? ഇവിടെ 14 കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇവന് 5% കുറച്ച് കൊടുക്കുന്നത്. സോ കടം കൊടുക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഓ ക്യാഷ് അവൻ എഫ് ക്യാഷ് ആയി മാറുന്നു. കടം വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവന്റെ ഓ ക്യാഷ് നമ്മളുടെ എഫ് ക്യാഷ് ആയി മാറുന്നു. നിങ്ങൾ ഈ പ്രൊഡക്റ്റും സർവീസും ഇതിൻ്റെ അകത്തുനിന്നൊന്ന് മാറ്റി നിർത്തിയായിട്ട് ഇതിന്റെ കണക്ക് നോക്കിയാൽ യു ആർ എ ബാങ്കർ. ആ കസ്റ്റമറെ സംബന്ധിച്ച് നിങ്ങളൊരു ബാങ്കറാണ്. നിങ്ങളാണ് അവന്റെ അനുഗ്രഹം. നിങ്ങളുടെ സത്യത്തെ അവന്റെ കടയുടെ മുന്നിൽ നിങ്ങളുടെ പടമൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് ഇന്ന് അവൻ തൊഴേണ്ടതാ വിളക്ക് കത്തിച്ചു വെച്ച്. ഇങ്ങനൊരു കാരണമാണ് നമ്മൾ ജീവിക്കുന്നതിന്. സത്യത. അപ്പൊ ഈ കടം കൊടുത്തിട്ടുള്ളിടത്തൊക്കെ ഇങ്ങനല്ല പോയിരിക്കണ്ടേ. ദൈവമാ നിങ്ങൾ. ആ രീതി വേണം അവിടെ ചെല്ലാൻ. ഇതൊക്കെയാ സുഖല്ലേ? അപ്പോ പറഞ്ഞു വരുന്നത് 2 മൈൻഡ് സെറ്റ് ഉണ്ട്. ഒന്ന് ഇരകൾ, 2 വേട്ടക്കാരൻ. ആരാണ് വേട്ടക്കാരനാവുന്നത്? ആരുടെ കയ്യിൽ ഇത് സ്ട്രോങ് ആയിട്ടുണ്ടോ, റൺവേ ഉണ്ടോ, അവന് ക്രൈസിസ് അനുഗ്രഹമാണ്. അവരുടെ കയ്യിൽ ഇതില്ല, ഇത് നെഗറ്റീവ് ആണോ? കാരണം ക്രൈസിസ് ഉണ്ടാകുമ്പോൾ എല്ലാവരുടെയും ഈ ക്യാഷിനെ ബാധിക്കും, ഓപ്പറേഷൻസിനെ ബാധിക്കും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇതില്ലാത്തവന്മാര് ഇവിടുന്ന്, നേരത്തെ എന്ന് പറഞ്ഞാൽ അവന് ബാങ്കോ എവിടുന്നെങ്കിലും ഒക്കെ കാശ് കിട്ടുമായിരുന്നു. ഇപ്പൊ അവർക്ക് ക്രൈസിസ് ആണ്. അവരെന്ത് ചെയ്യും? വളരെ ശ്രദ്ധിച്ചേ അവര് കാശ് കൊടുക്കൂ ആർക്കായാലും. അപ്പൊ ഇവന് ഫണ്ടിങ് ഇല്ലാതെ വരും, അവന് കടം കിട്ടത്തില്ല. അവിടെ എന്ത് സംഭവിക്കും? ആർക്കാണ് ഈ സാലറി കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റാത്ത? ഇത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് സാലറി കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം ക്യാഷിനെ കുറിച്ചാണ് പറഞ്ഞ, പ്രോഫിറ്റിനെ കുറിച്ച്, റവന്യൂവിനെ കുറിച്ചും അല്ല കേട്ടോ. അപ്പൊ ഇനിയെങ്കിലും പറയുന്നത് കേക്ക്. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് റൺവേ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചോണം എല്ലാ ആഴ്ചയിലും. അത് 2% ആയിക്കോട്ടെ, 5% ആയിക്കോട്ടെ, 10% കിട്ടുന്ന അത് നല്ലൊരു പ്രൊജക്ട് കിട്ടുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മേജർ ഒരു ഫണ്ട് റൺവേ പണിയാൻ വേണ്ടിയിട്ട് മാറ്റിയിടുക. തുടരുത് അത്. ഓൺലി ഡ്യൂറിങ് ക്രൈസിസ് അതേ തൊടാവൂ. ഒന്നും നോക്കണ്ട, FD കിടന്നോട്ടെ. സോ എന്റെ ചോദ്യം, ഈ ക്രൈസിസ് സമയത്ത് നിങ്ങൾ ഇരയാണോ അതോ വേട്ടക്കാരനാണോ? റൺവേ നോക്കിയാൽ മതി. ഇത് പോസിറ്റീവും ഇതും ഉള്ളവനുണ്ടല്ലോ, ഇപ്പൊ അങ്ങ് വിരിയും. ഇത് പോസിറ്റീവ് പ്ലസ് ഇത് കയ്യിലുള്ളവൻ, റൺവേ നല്ല നീളത്തിൽ പണിഞ്ഞിട്ടിരിക്കുന്നവനുണ്ടല്ലോ, ഇതാണ് നിങ്ങൾക്ക് മാർക്കറ്റ് ഷെയർ പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം.
കാരണം ഇവിടെ ഒരു ഓരോ ക്രൈസിസിലും ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. സ്ട്രക്ചറൽ ഷിഫ്റ്റ്. അത് പ്രധാനമായും 5 രീതിയിലാണ് ഈ സ്ട്രക്ചറൽ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. 5 രീതിയിൽ. ഒന്നാമത്തെ, കോമ്പറ്റീറ്റേഴ്സ് ബിക്കം ഇമോഷണലി വീക്ക്. കോമ്പറ്റീറ്റേഴ്സ് വീക്കായി മാറും. ഇവർ ഇമോഷണലി വീക്കാവും. കാരണം ഇവർക്ക് ക്യാഷ് കുറയുമ്പോൾ, ഇവർ റിസർവ് ഫണ്ട് ഇല്ലാത്തവരാണെങ്കിൽ, ഇവര് ബാങ്ക് ഇതിന്റെ ഇങ്ങോട്ട് നോക്കിക്കേ, ക്രൈസിസിൽ കടമുള്ളവർക്ക് എന്താണ് പണി കിട്ടാൻ പോകുന്നത്? കഴിഞ്ഞ മാസം വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ക്യാഷിൽ നിന്ന് എഫ് ക്യാഷ് തിരിച്ചടവ്, ഏത് EMI ഒക്കെ കറക്റ്റ് ആയിട്ട് അടയുമായിരുന്നു. ഈ മാസം എന്ത് സംഭവിച്ചു? ഇത് കുറഞ്ഞു, ഇതില്ല, അല്ലെ ഇത് നെഗറ്റീവായി. അപ്പോഴും വേറൊരു കാര്യം ഇവിടെ നിൽക്കുന്നുണ്ട്, ഇത് തിരിച്ചടച്ചേ പറ്റൂ. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് തിരിച്ചടയ്ക്കണമെങ്കിൽ പുതിയ ലോൺ എടുക്കണം. പലിശ അടയ്ക്കാൻ പലിശയ്ക്ക് എടുക്കുന്നു. സിറ്റുവേഷൻ മനസ്സിലായോ? പലിശ അടയ്ക്കാൻ പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥ വരും. അപ്പോ അതുകൊണ്ട് തന്നെ പ്ലാൻഡ് അല്ലാത്ത, ഇമ്മച്യൂർ ആയിട്ടുള്ള എല്ലാ കോമ്പറ്റീറ്റേഴ്സും ഒരു ക്രൈസിസ് വരുമ്പോൾ ഇമോഷണലി വീക്ക് ആവും. ഈ സമയത്ത് ഇവന് സ്പെൻഡിങ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് മാർക്കറ്റിംഗ് പരിപാടി അങ്ങ് നിർത്തും. ഇത് നമ്മുടെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റികളിൽ ഒന്നാ. അവൻ നിർത്തുമ്പം വേണം നമ്മൾ തുടങ്ങാൻ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഫ്ലെക്സ് ഒക്കെ എവിടൊക്കെയാ പറ്റുന്നത്, ഏതൊക്കെ ട്രെയിൻ പറ്റുമെന്നൊന്ന് നോക്കാൻ. എന്താന്ന് പഠിക്കാം. ഈ സമയത്ത് ഇവൻ എന്ത് ചെയ്യും? ഇവൻ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കും. കാരണം ഇവൻ പാനിക്കായി, ഫ്രീസായി നിൽക്കും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കും. ആൻഡ് ദേ ഫ്രീസ് മെനി ഡിസിഷൻസ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിർത്തും. അവർ ഇന്നോവേഷൻസ് ഡിലേ ആക്കും. കാരണം പല ബിസിനസ്സുകളും ഫിനാൻഷ്യലി അല്ല പരാജയപ്പെടുന്നത് തുടക്കം, ദേ ഫെയിൽ സൈക്കോളജിക്കലി. അപ്പൊ നിങ്ങളുടെ മിക്ക കോമ്പറ്റീറ്റേഴ്സിനും സത്യം പറയാലോ, ഇവർക്കൊന്നും വലിയ ധൈര്യം ഇല്ലാത്തവരാണ്. നമ്മളെപ്പോലെ പഠിക്കുകയും നമ്മൾ ഈ ആയുധത്തിന് മൂർച്ച കൂട്ടി നിൽക്കുന്നവരാ. അവരങ്ങനെയല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ എത്ര കോമ്പറ്റീറ്റേഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട് എന്ന്. ആയുധത്തിന് എത്ര മൂർച്ചയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതായി ഇവരിങ്ങനെ സ്റ്റക്കായി നിൽക്കും. സൈക്കോളജിക്കലി ഇവർ ഫെയിലായി. ആ സൈക്കോളജിക്കലി നമ്മൾ അപ്പർ ഹാൻഡിൽ വരും. ഫിനാൻഷ്യലി അല്ല ആദ്യം തോക്കുന്നേ. അതുകൊണ്ട് തന്നെ അവന്റെ സർവീസ് ക്വാളിറ്റി ഡ്രോപ്പ് ആവും. കറക്റ്റ് സമയത്ത് സാലറി അവൻ കൊടുക്കത്തില്ല. നമ്മൾ കറക്റ്റ് സമയത്ത് കൊടുക്കണം. ഈ സമയമാണ് അവർ ഓർത്തിരിക്കുന്നത്. എടാ, കോവിഡ് സമയത്ത് ഇപ്പോഴും പറയുന്നവരുണ്ട്, ഈ മാസത്തെ സാലറി താമസിച്ച് കൊടുത്തിട്ട് ഇപ്പോഴും വാചോടിക്കും, കോവിഡ് സമയത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ പൈസ കൊടുത്തിട്ടുണ്ടാ. അതാണ് ആളുകൾ ഓർത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്രൈസിസ് ഉള്ള സമയത്ത് വേണം കറക്റ്റ് ആയിട്ട് സാലറി കൊടുക്കാൻ. മറ്റവൻ എന്ത് ചെയ്യും? ക്രൈസിസ് ആണെന്ന് പറഞ്ഞ് സാലറി ചവിട്ടും. അവര് ഫോളോ അപ്പ് ചെയ്യത്തില്ല. ഈ സമയത്ത് അവര് കസ്റ്റമർ ഫോളോ അപ്പ് ചെയ്യില്ല. ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് എ വാക്കം. അവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടും. ആൻഡ് ദാറ്റ് വാക്കം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അവൻ ഫ്രീസായി നിൽക്കുന്ന ആ സമയം, ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. അടിക്കാനുള്ള സമയമാണത്. സോ കോമ്പറ്റീറ്റേഴ്സ് വല്ലാണ്ട് ഇമോഷണലി വീക്ക് ആവും. അതാണ് ഓപ്പർച്യൂണിറ്റി നമ്പർ 1. 2, വീക്ക് പ്ലേയേഴ്സ് എക്സിറ്റ് ദ മാർക്കറ്റ്. വീക്ക് പ്ലേയേഴ്സ് എക്സിറ്റ് ദ മാർക്കറ്റ്. നമ്മളെ അട്ടിക്കിട്ടി വീണ് കിടന്ന് എഴുന്നേറ്റ് വന്നവരാ നമ്മൾ. അതുകൊണ്ട് ഈ ഒരു അടിയൊന്നും നമ്മളെ കൊണ്ട് താഴെ ഇടത്തില്ല. നമ്മൾ ചിലപ്പോ ഒന്ന് ആ സ്റ്റെപ്പിൽ നിന്ന് ഒരു അടി താഴോട്ട് ഇറങ്ങുമായിരിക്കും. ഇവൻ വന്ന് വീഴുന്ന 10 അടി 20 അടി താഴ്ചയിലായിരിക്കും ഇവൻ വന്ന് വീഴുന്നത്. സോ വീക്കായിട്ടുള്ള എല്ലാ കോമ്പറ്റീറ്റേഴ്സും ഒരു ക്രൈസിസ് വരുമ്പോൾ തൂത്തെറിയപ്പെടും. ഒന്നെങ്കിൽ അവൻ ഷട്ട് ഡൗൺ ചെയ്യും, ഇല്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് അവന്റെ സൈസ് കുറയ്ക്കും. അവന്റെ മെയിൻ അല്ലെങ്കിൽ കീ എംപ്ലോയീസ് അവനെ വിട്ടുപോകും. അവന്
കസ്റ്റമേഴ്സിന് അവനുള്ള വിശ്വാസം ഇല്ലാതെയാകും. ഞാൻ പറയാലോ, ക്രൈസിസ് സമയത്ത് ഒരു ദിവസം പോലും നിങ്ങളുടെ കട അടച്ചിടരുത്. ഒരു ദിവസം പോലും നിങ്ങളില്ല എന്ന തോന്നൽ അവർക്കുണ്ടാവരുത്. ഒരു ദിവസം പോലും അത് നിങ്ങളെ ബാധിച്ചു എന്ന് നിങ്ങളുടെ കസ്റ്റമറിന് തോന്നരുത്. നിങ്ങൾ പൊളിക്കുകയാണ് എന്ന് അവർക്ക് തോന്നണം. അപ്പൊ കോമ്പറ്റീറ്റേഴ്സ് ഇറലവന്റ് ആകും, വീക്കായിട്ടുള്ളവന്മാരെല്ലാം തുടച്ചു നീക്കപ്പെടും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റ് ഷെയർ ഒരിക്കലും ഇല്ലാതാവുന്നില്ല. ഇറ്റ് ഡസൻ ഡിസപ്പിയർ. മാർക്കറ്റ് ഷെയർ ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ്. മാർക്കറ്റ് ഷെയർ ഇല്ലാതാവുന്നില്ല, ഒരിക്കലും ഡിസപ്പിയർ ആവുന്നില്ല. മാർക്കറ്റ് ഷെയർ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. സോ ക്രൈസിസിൽ സംഭവിക്കുന്നത് എന്താണ്? മാർക്കറ്റ് ഷെയർ കുറയുന്നില്ല, അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയാണോ നിങ്ങളിലേക്ക് വന്ന് ചേരുകയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഒന്ന്, കോമ്പറ്റീറ്റേഴ്സ് വീക്കാകും സൈക്കോളജിക്കലി. രണ്ട്, വീക്ക് പ്ലേയേഴ്സ് ഇട്ടിട്ട് പോകും. മൂന്നാമത്തെ ഗുണം, ഇവര് വീക്കാകുമ്പോ, ഇവര് തുടച്ചു നീക്കപ്പെടുമ്പോ, ഒരുപാട് സ്ഥാപനങ്ങളിൽ ക്രൈസിസ് വരുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ കിങ്സ് ക്ലബിൽ തന്നെ ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് ജോലിയിൽ നിന്നോ നല്ല ഹൈ പൊസിഷനിൽ ജോലിയിൽ നിന്ന് ഇറങ്ങി നിന്ന കുറച്ച് പേരുണ്ട്. ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. പക്ഷെ ഈ ക്രൈസിസ് വന്നപ്പോൾ ഇവർക്ക് പെട്ടെന്ന് പാനിക്കാവും. ഇവർ പെട്ടെന്ന് തീരുമാനം മാറ്റും. ഇപ്പൊ വേണ്ട, ഒന്ന് സ്റ്റേബിൾ ആയിട്ട് മതി, തൽക്കാലം എവിടെങ്കിലും ജോലിക്ക് കയറാം. തൽക്കാലം അവരെ ചിലപ്പോൾ 6 മാസത്തേക്ക് 1 വർഷത്തേക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി ഇതാണ്, ടാലന്റ് ബിക്കം അവൈലബിൾ. ഇഷ്ടം പോലെ ടാലൻസിനെ ഇനി നമ്മുടെ കൈ കിട്ടും, ഇഷ്ടം പോലെ. ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. കാരണം സ്ട്രോങ് എംപ്ലോയീസ് വിൽ ലീവ് അൺസ്റ്റേബിൾ കമ്പനീസ് ഡ്യൂറിങ് ക്രൈസിസ്. സ്ട്രോങ് എംപ്ലോയീസ് അൺസ്റ്റേബിൾ കമ്പനിയാണ് അതെന്ന് തിരിച്ചറിയുന്നത് ഒരു ക്രൈസിസ് വരുമ്പോഴാണ്. ആ സമയം അവൻ അവിടെ നിന്ന് ഇറങ്ങും, അപ്പൊ തൂക്കിക്കോണം അവനെ. അതിനാ ഞാൻ മുമ്പേ പറഞ്ഞേ, സ്ലൈഡ് ഉണ്ടാക്കിയിട്ടേരെ. നമുക്കറിയില്ല ആരൊക്കെ അപ്ലൈ ചെയ്യും എന്ന്. ചുമ്മാ എടുത്തിടുന്നേ, അല്ല കിടുക്കാച്ചി ഇന്റഗ്രേറ്റേഴ്സിനെയൊക്കെ ചിലപ്പോ ഇപ്പൊ കിട്ടും. അവന്മാരെ ഒരുപാട് നാളങ്ങ് നിക്കത്തൊന്നുമില്ല. 6 months മതി. ആ 6 മാസം ഊറ്റിപ്പിഴിഞ്ഞ് എടുത്തേക്കണം. എന്നിട്ട് അവൻ പോയില്ലേ നമ്മൾ പറഞ്ഞു വിടണം. അങ്ങനെ കണ്ടാ മതി, അങ്ങനെ കണ്ടാ മതി. ഇതിനൊക്കെയാണ് റൺവേ വേണമെന്നൊക്കെ പറയുന്നേ. ക്യാഷ് പോസിറ്റീവ് ആകെ, റൺവേ കയ്യിലുണ്ട്, 6 മാസത്തേക്കുള്ള അതുണ്ടെങ്കിൽ അവൻ വേട്ടക്കാരനായി മാറുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? കാരണം മിക്ക ഈ വീക്ക് പ്ലേയേഴ്സിന്റെയും അല്ലെങ്കിൽ ഈ സ്ട്രഗിൾ ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സിന്റെയും മറ്റ് ഇൻഡസ്ട്രിയിലുള്ള കമ്പനികളുടെയൊക്കെ മിഡ് ലെവൽ മാനേജേഴ്സ് അവിടുന്ന് പലരും ഒന്നെങ്കിൽ ഈ ടോപ്പ് ലെവൽ ഇറങ്ങും, അല്ലെങ്കിൽ മിഡ് ലെവലിനെ ഇവർ പറഞ്ഞു വിടും. ഇതിനെല്ലാം തൂക്കാൻ പറ്റിയ സമയമാണ് ക്രൈസിസ്. സെയിൽസ് ടീം ഫ്രീ ഏജന്റന്മാരെ പോലെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയമാണ് ക്രൈസിസ്. ഒരുത്തനെ എടുക്കണ്ട, അവനോട് കമ്മീഷൻ ബേസിസ് പറഞ്ഞ അവൻ താണ്ട് ഇന്ന് തൊട്ട് റെഡി, സാറേ റെഡി. 3 മാസത്തേക്ക് ഫ്രീ ആയിട്ട് യുവമാരെ നമുക്ക് 1 രൂപ ബേസിക് സാലറി ഇല്ലാതെ യുവമാരെ ഉപയോഗിക്കാൻ പറ്റിയ സമയമാണ് ക്രൈസിസ് പീരീഡ്. ആൻഡ് ദിസ് ഈസ് ദ ടൈം വെൻ ലീഡേഴ്സ് ഹയർ ഫ്യൂച്ചർ സ്റ്റാർ. ഫ്യൂച്ചർ സ്റ്റാറുകളെ ലീഡേഴ്സ് ഹയർ ചെയ്യുന്ന സമയമാണ് ക്രൈസിസ്. ദ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി. കാരണം ഈ മാർക്കറ്റ് ബൂം ചെയ്യുന്ന സമയത്ത് ഹയർ ചെയ്യാൻ പോയാൽ എക്സ്പെൻസീവ് ആണ്. അതേസമയം മാർക്കറ്റ് പൊട്ടി നിൽക്കുന്ന സമയത്ത് ക്വാളിറ്റി, അതും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് കിട്ടും. ക്വാളിറ്റി സ്റ്റാഫിനെ റാഷണൽ കോസ്റ്റിൽ നമുക്ക് കിട്ടും. സോ മാർക്കറ്റ് ബൂം ചെയ്യുമ്പോഴല്ല ഹയർ ചെയ്യേണ്ടത്, മാർക്കറ്റ് പൊട്ടുമ്പോഴാണ് ഹയർ ചെയ്യേണ്ടത്. അത് എവിടെയാണ് അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്? ക്യാഷിൽ. ഒരുത്തനെ 1.5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നതിന് പകരം അവനെ 90,000 രൂപയ്ക്ക് കിട്ടിയാൽ മാസം 60,000 രൂപ ക്യാഷിൽ കുറഞ്ഞെന്നേ. സോ ഫ്യൂച്ചർ സ്റ്റാറുകളെ ഹയർ ചെയ്യാൻ പറ്റിയ സമയമാണിത്. സോ ഒന്ന്, കോമ്പറ്റീറ്റേഴ്സ് ഫ്രീസായി നിൽക്കും. 2, വീക്കായിട്ടുള്ളവന്മാർ തൂത്തെറിയപ്പെടും. 3, ടാലന്റുകളെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാൻ പറ്റും. 4,
നാലാമത്തെ ഓപ്പർച്യൂണിറ്റി, അസറ്റ് പ്രൈസസ് ഡ്രോപ്പ്. അസറ്റ് പ്രൈസസ് ഡ്രോപ്സ്. അസറ്റിനെല്ലാം വില കുറയും. നിങ്ങളിപ്പോ എക്സ്പാൻഷന് പ്ലാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ഓഫീസ് സ്പേസ് വേണം, വളരെ ചീപ്പായിട്ട് ഇനി കിട്ടും. റേറ്റ് കുറയും, റെന്റ് കുറയും, എക്യുപ്മെന്റ്സ് എല്ലാം ഡിസ്കൗണ്ടഡ് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഇൻവെന്ററി പലതും ലിക്വിഡേറ്റ് ചെയ്യപ്പെടും. കാരണം ഇവന്മാര് നിർത്തുന്നതും ഇവന്മാര് ഫ്രീസായി നിൽക്കുന്നതും ഒക്കെ സ്റ്റോക്ക് അവന്റെ കയ്യിലിരിക്കുക. അവന്റെ സ്റ്റോക്ക് വിറ്റ് നമുക്ക് കാശാക്കാം. മാർക്കറ്റ് റേറ്റ് എല്ലാം നെഗോഷ്യബിൾ ആകും. എല്ലാ ഏജൻസികളും എല്ലാ റീറ്റെയിലേഴ്സും ഫ്ലെക്സിബിൾ ആകും. സോ എപ്പോഴൊക്കെ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മൾ എല്ലാത്തിനും പ്രീമിയം പ്രൈസ് കൊടുക്കേണ്ടി വരും. എപ്പോഴൊക്കെ മാർക്കറ്റ് പൊട്ടുന്നോ അപ്പോഴൊക്കെ നമുക്ക് നെഗോസിയേഷൻ ഓപ്പർച്യൂണിറ്റി വരും. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ഫോർ യു ടു നെഗോഷിയേറ്റ്. മാർക്കറ്റ് ഗ്രോ ചെയ്യുമ്പോൾ ഏതിനും പ്രീമിയം പ്രൈസ് കൊടുക്കണം. മാർക്കറ്റ് പൊട്ടുമ്പോ കിടക്കുന്നു. നിങ്ങളിപ്പോ നോക്കിക്കോ, കഴിഞ്ഞ മാസം നിങ്ങളുടെ അടുത്ത് വാശി പിടിച്ച് 2 ലക്ഷം രൂപ കിട്ടിയാലേ ഞാൻ ആ വസ്തു തരത്തുള്ളൂ എന്ന് പറഞ്ഞവൻ ഒരാഴ്ചയും കൂടെ അത് വെയിറ്റ് ചെയ്യും, അവൻ വരും. അന്ന് പറഞ്ഞില്ലായിരുന്നോ 1.80 തന്നേരം? 1.80 ആര്? എപ്പോ? ഞാനോ? ഏയ് അല്ല, അന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഇല്ല, അന്ന് പിന്നെ സിറ്റുവേഷൻ അതല്ലല്ലോ ഇപ്പൊ. പക്ഷെ അല്ല, പിന്നെ എന്ത് തരാൻ പറ്റും? എങ്ങനെ എന്ത് തരാൻ പറ്റും? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അഞ്ചാമത്തത്, കസ്റ്റമേഴ്സ് റീ ഇവാലുവേറ്റ് സപ്ലൈസ് ഡ്യൂറിങ് ക്രൈസിസ് പീരീഡ്. കസ്റ്റമേഴ്സ് റീ ഇവാലുവേറ്റ് സപ്ലൈസ്. കാരണം കസ്റ്റമേഴ്സ് നോക്കുന്നുണ്ട്, നമ്മളുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് ഈ ക്രൈസിസ് പീരീഡിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്, ആരൊക്കെയാണ് റിലയബിൾ ആയിട്ടുള്ളത്, ആരൊക്കെയാണ് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഇതിൽ സർവൈവ് ചെയ്യുന്നത്, സ്റ്റേബിൾ ആകുന്നത് എന്ന് കൃത്യമായി കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുന്നു. ഈ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന പോലുള്ള അൺസ്റ്റേബിൾ കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് നെർവസ് ആയി നിൽക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സമയമാണ് ഇത്. കിങ്സ് ക്ലബിൽ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയാം, അതിൻ്റെ അകത്ത് ഓ ക്യാഷ് വെച്ച്, അല്ലാതെ എൻ്റെ കയ്യിലിരിക്കുന്ന, ഞാനത് ഈ പൈസ ഇറക്കി അത് എഫ് ക്യാഷ് ആണ്, എൻ്റെ കാശ്. അതിൻ്റെ അകത്ത് ഓ ക്യാഷ് വെച്ചിട്ട് ഞാൻ ആ ബിസിനസ്സിനെ എങ്ങനെ ചെയ്യുന്നു എന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓരോ ദിവസവും നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് തരാം. എനിക്ക് പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല പഠിക്കാനുള്ള ഇടമായിട്ട് ഞാൻ അതിനെ മാറ്റും. കാരണം എന്നെ വളർത്തിയിട്ടുള്ളത് പ്രതിസന്ധികളാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നപ്പോഴൊക്കെ മറ്റേ ഇതിൽ കയറിയ സ്പീഡായിരുന്നു എനിക്ക്. അടിച്ചടുത്ത ലെയറിലേക്ക് ചവിട്ടി വിട്ടിട്ടുണ്ട്. ആ ത്രില്ലിലാണ് ഇപ്പൊ. അതാണ് ലീഡേഴ്സ്. കാരണം ഇപ്പൊ ഈ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇതൊക്കെ കെട്ടടക്കും. അപ്പോ ഈ വെള്ളം തെളിയും, ഈ അന്തരീക്ഷം ശാന്തമാകും, ഈ പൊടിപടലങ്ങളെല്ലാം മാറും. മാറുന്ന സമയത്ത് ഇതൊരു ഡിഫറെന്റ് മാർക്കറ്റ് ആയിരിക്കും. അപ്പോഴത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അങ്ങനെ ഇതെല്ലാം കെട്ടടങ്ങുന്ന സമയത്ത്, എല്ലാം മാറുന്ന സമയത്ത്, എല്ലാം തിരിച്ചു വരുന്ന സമയത്ത്, ആ പുതിയ കാഴ്ചയിൽ ഇന്നത്തെ നിങ്ങൾ ചെറുതായോ, നിങ്ങൾ അതുപോലെ നിൽക്കുകയാണോ, അതോ നിങ്ങൾ വലുതായോ? ചോദ്യം ഇതാണ്. ആർ യു സ്മാൾ, ആർ യു സെയിം, ഓർ ആർ യു ലാർജ്? ഈ ക്രൈസിസ് കഴിയുമ്പോൾ, ഈ മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇന്നത്തതിനേക്കാൾ ചെറുതാണോ, അതോ ഇന്നത്തെ പോലെ തന്നെ നിൽക്കുകയാണോ, അതോ ഇന്നത്തേക്കാൾ വലുതായോ? അത് മാത്രമേ ഉള്ളൂ അവസാന ചോദ്യം. അതിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കണം ഈ സമയം, അതിനുള്ള അട്ടിയായിരിക്കണം ഇപ്പൊ കൊടുക്കുന്നത്. നൗഷായിക്ക, ചാടി കേറിക്ക. കൊളംബസ് പറയൂ, എന്താ പഠിച്ചേ? എന്താണ് കാര്യം?
ഇപ്പൊ സാറ് പഠിപ്പിച്ചതിനകത്ത് നമുക്ക് 5 ഓപ്പർച്യൂണിറ്റികളാണ് ഇപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റർ വീക്ക് ആവും. അത് എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ്. മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സാറ് പറയുന്ന പോലെ മുണ്ടെടുത്ത് നമ്മൾ നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കോമ്പറ്റീറ്റർ വീക്ക് ആകുന്ന സമയത്ത് നമുക്ക് അത്രയേറെ മുന്നിലേക്ക് എത്താൻ സാധിക്കും. രണ്ടാമത് വീക്ക് പ്ലെയർ മുഴുവനായിട്ട്, കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മളെ കണ്ടുകൊണ്ട് അന്നേരം ഈ ഇനി വരുന്ന കുറെ കുമ്പളകളുണ്ട്. അതൊക്കെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഔട്ടായി പോകുന്നത് നമ്മളെ പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഈ പറയുന്ന പഠിച്ച് ബിസിനസ് നടത്തുന്നവർക്ക് വലിയ ഉപകാരമായിരിക്കും. മൂന്നാമത് ടാലന്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ ഈ പറയുന്ന സമയത്ത് നമുക്ക് ഹയർ ചെയ്യാനും അവരെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് കുറച്ചുകൂടി റൺ ചെയ്യാനും നമുക്ക് സ്പീഡപ്പ് കിട്ടാൻ വലിയൊരു സമയം തന്നെയാണ്. നാലാമതായിട്ട് ഈ നമുക്ക് ഈ പറയുന്ന നമ്മൾ പല അസറ്റുകൾ അല്ലെങ്കിൽ പല സംഭവങ്ങൾ നമ്മൾ വാങ്ങാൻ വേണ്ടി ഇരിക്കുന്നതും അതൊക്കെ നമുക്ക് വളരെ ചീപ്പായുള്ള രീതിയിൽ നമുക്ക് മേടിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അഞ്ചാമത് ഈ പറയുന്നത് കൂട്ടാണ് കസ്റ്റമർ ഈ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് കണ്ടുകൊണ്ട് മറ്റുള്ള സപ്ലയർ അവരെ നമ്മളെ വീണ്ടും ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുന്നതൊക്കെ ഈ ഒരു ഘട്ടത്തിലാണ്. അപ്പൊ ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവരും ശ്രമിക്കണമെന്നാണ്. ക്രൈസിസ് എന്ന് പറയുന്നത് അവസരമാണ്. എങ്ങനെ ഡിഫറൻ്റ്ലി നമുക്ക് തിങ്ക് ചെയ്യാം, നമ്മൾ എങ്ങനെ വ്യത്യസ്തമായി ആലോചിക്കുന്നു എന്നതിന് അനുസരിച്ചിരിക്കും ആ ക്രൈസിസ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ. കാര്യം എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോവിഡ് സമയത്ത് എല്ലാവരും ട്രാവൽ ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു കിടന്ന സമയത്ത് ആദ്യത്തെ 11 ഫ്ലൈറ്റ് ചാർട്ടർ എൻ്റെ പോയതിനു ശേഷമാണ് മാർക്കറ്റ് ഒന്ന് അറിയുന്നത് ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രൈസിസ് സമയത്ത് നമ്മൾ എങ്ങനെയാണ് മാറി ചിന്തിക്കേണ്ടതെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കി സാറ് പറഞ്ഞ പോലെ കോമ്പറ്റീറ്റേഴ്സ് വീക്കാവും, മറ്റൊരു വീക്കാവും, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല ടാലൻസിനെ കിട്ടും. ഈ സമയത്തെല്ലാം നമ്മൾ എങ്ങനെ മാറി ചിന്തിക്കുന്നത്, നമുക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സാറ് പറഞ്ഞ പോലെ ഇനി വേറൊരു കാര്യം കൂടെ ആവശ്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഐക്യാഷിനകത്ത് റിസർവ് ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റിസർവ് ഫണ്ട് ഉണ്ടാക്കേണ്ടത് നമ്മളുടെ ഓപ്പറേഷണൽ ക്യാഷ് ഡെയിലി നമ്മളിപ്പോൾ മോണിറ്റർ ചെയ്യണം, എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം ആരോ എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മുജീബൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് 4 കാര്യങ്ങളെ ആവശ്യമുള്ളൂ, 2-3 റിപ്പോർട്ടിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ ഡെയിലി കച്ചവടം എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണ്, ബാങ്കിൽ എത്ര ഉണ്ട്, ഇന്നത്തെ ക്ലോസിങ് എത്രയാണ്. ഈ സംഭവം നമ്മളുടെ കയ്യിലുണ്ടെന്ന് നമുക്ക് വ്യക്തമായ ധാരണ കിട്ടും. നമുക്ക് അതിനകത്ത് നിന്ന് ഒരു പൈസ നമുക്ക് നേരെ അടുത്ത ബക്കറ്റ് എമൗണ്ടിലോ, അതായത് ഒരു ബാങ്ക് അക്കൗണ്ട്, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ സ്വരുക്ക് കൂട്ടി വെക്കുന്ന കാശ് നമ്മളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 5-6 മാസത്തേക്ക് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്ന പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാറ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാര്യം നമ്മളുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ തെളിഞ്ഞു വരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സാറി പറഞ്ഞത്. ഈ പഠിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷണൽ ക്യാഷ്, ഇൻവെസ്റ്റിംഗ് ക്യാഷ്, ഫിനാൻസിങ് ക്യാഷ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ 4 days, രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ എല്ലാം ത്രൂ ഔട്ട് ഒരു വലിയ ബ്രേക്ക്, 2 ബ്രേക്ക് മാത്രം വെച്ചിട്ട് എടുത്ത ഒരു ടോപ്പിക്കാണ്. അതാണ് സാറ് ഇപ്പോൾ വെറും 40 മിനിറ്റിനകത്ത് സാറ് പറഞ്ഞു തന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്, വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാണ്. സിമ്പിളാണ്, വേറൊന്നുമല്ല. നമ്മളുടെ ഡെയിലി ബിസിനസ്സിനകത്ത് എത്ര രൂപ നമുക്ക് ലാഭം ഒരു അടുത്ത ബക്കറ്റിലോട്ട് മാറ്റി വെക്കാൻ പറ്റുന്നു എങ്കിൽ അത് 6 മാസത്തേക്കുള്ള റിസർവ് ഫണ്ടായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയാൽ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരു പ്രശ്നമില്ല, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. സാർ ഇന്നലെ പറഞ്ഞ പോലെ മറ്റുള്ളവർ പാനിക് ആകുമ്പോൾ നമ്മൾ അല്പം ഭയത്തോടു കൂടിയാണെങ്കിൽ പോലും വി ക്യാൻ റൺ എനി ക്രൈസിസ്. ഇപ്പം നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പം ഇവർ പറയും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിക്കേഷനിലാണ് എന്ന് പറയും. ഈവൻ നമ്മളിപ്പം സാർ പറഞ്ഞൊരു ഹയറിങ്ങിന് വേണ്ടി ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിടാം, ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ ചലഞ്ച്. നമുക്കൊരു വലിയ പ്ലേ ബുക്ക്, ഭയങ്കര ഒരു എക്സ്പെരിമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഇപ്പം ഈ പേടിക്കുന്നതും പേടി കാണിക്കുന്നതും രണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ വാക്കുകൾ പോലും നമ്മൾ സ്ഥാപനങ്ങളിൽ നമ്മളൊക്കെ ഇന്റേണൽ ടീമിലൊക്കെ ഉപയോഗിക്കുന്നതൊന്ന് മാറ്റി, അല്ലെങ്കിൽ വേർഡ്സ് ഒന്ന് മാറ്റിയാൽ തന്നെ പലപ്പോഴും നമ്മുടെ ഈ ക്രൈസിസ് സിറ്റുവേഷനിൽ നിന്ന് മാറ്റം വരും. ചെറിയൊരു എക്സാമ്പിൾ, പ്രോബ്ലം എന്നുള്ള വാക്ക് പറയാതെ ഇരിക്കുക, ഓക്കെ. പ്രതിസന്ധി എന്നുള്ള വാക്ക്, പ്രതിസന്ധി ഒരു പോസിറ്റീവ് ആകണം, ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം എന്നുള്ളത് നമ്മൾ പറയാറില്ല. അതിന് പകരം അതിനെ ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ മിക്കവാറും നമ്മുടെ കമ്പനികൾ സംസാരിക്കും, പറയും ഓക്കെ നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പറയുക. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു നെഗറ്റിവിറ്റിയാണ്.
ചലഞ്ച് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓവർകം ചെയ്യാനുള്ള വെല്ലുവിളി എന്നുള്ള വാക്കാണ്. ഇതൊരു വെല്ലുവിളിയാണ്, ഒരു പ്രശ്നമല്ല. പ്രതീക്ഷ, പ്രോബ്ലത്തിന് പലപ്പോഴും സൊല്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു സൊല്യൂഷനേ ഉള്ളൂ. ചലഞ്ചിന്റെ പ്രത്യേകത മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അതാണ് ചലഞ്ചും പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? അതെ, താങ്ക് യു. അതായത് നമ്മുടെ ടീം മെമ്പേഴ്സ് പോലും ഇത് പറയുമ്പം ഓക്കെ നമുക്ക് ഇന്ന കസ്റ്റമർ ഈ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പ്രോബ്ലം എന്നുള്ള വാക്കേ കുറച്ച് ദിവസത്തേക്ക് എന്ത് ചെയ്യും, നിരോധിക്കുക. നമുക്ക് ചലഞ്ച്, നമുക്കൊരു വെല്ലുവിളിയുണ്ട്, നമ്മുടെ കസ്റ്റമറിന് ഒരു വെല്ലുവിളിയുണ്ട്, നമ്മുടെ കസ്റ്റമറിന് ഒരു ചലഞ്ചുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം പല ഗവൺമെൻറ്സിൻ്റെയും കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെത്ര മനോഹരമായിട്ടാണ് ഓരോ ചെറിയ വാക്കുകൾ പോലും ഉപയോഗിക്കുന്നുള്ളതാണ് ഇപ്പോഴത്തെ രസമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവർ ഇത്രയും വലിയ ആൾക്കാർ ഇങ്ങനെ ഒരു ചെറിയ വേർഡ്സ് വെച്ച് ചെറിയ കാര്യങ്ങൾ പറയുമ്പം നമുക്ക് നമ്മുടെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് നമ്മുടെ ആക്ച്വലി കോസ്റ്റ് കുറയ്ക്കുകയും അതേസമയത്ത് കോൺഫിഡൻസ് കൂട്ടി കാണിക്കുകയും ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റിലൂടെ കാണിക്കണം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 2 ദിവസം മുന്നേ UAE ഭരണാധികാരികൾ ദുബൈ മാളിന്റെ അകത്ത് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്നു പോവാ. അവിടെ ഇരിക്കുന്ന പിള്ളേർക്കൊക്കെ ഹൈഫൈ ഒക്കെ കൊടുത്തിട്ട് നടന്നു പോവാ. എന്താണത്? എ പ്യുവർ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ എല്ലാം സേഫ് ആണ്. ഇതാ കണ്ടില്ലേ, ഞങ്ങൾ ഇവിടെ ഇറങ്ങി, ഞങ്ങൾ ബങ്കറിൽ ഒളിച്ചിരിക്കുകയല്ല എന്ന് കാണിച്ചു തരിക. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? നമ്മളുടെ കസ്റ്റമേഴ്സിന്റെയും നമ്മുടെ സ്റ്റാഫിന്റെയും നമ്മളുടെ വീട്ടുകാരുടെയും മുന്നിൽ നമ്മൾ ഇറങ്ങി നടന്ന് എന്നും പറഞ്ഞ മിസൈൽ വരുന്നതിന്റെ അടിയിൽ പോയി നിൽക്കണമെന്നല്ല പറഞ്ഞു വരുന്നത്. ഈ ഓഫീസിൽ സ്ഥിരമായി പോകാത്തവർ ഇനി ഓഫീസിൽ പോണ ഈ ദിവസങ്ങളിൽ അവിടെ ചെന്ന് നിന്ന് കാണിക്കണം. നമ്മൾ അവിടെ ചെല്ലണം. നമ്മൾ ചെല്ലാതെ അവരോട് വരാൻ പറയുന്നത് ശരിയല്ല. ഞാനുണ്ട് മുന്നിൽ എന്നവർക്ക് തോന്നണം. ആ കോൺഫിഡൻസ് നമ്മളിൽ അവർക്ക് തോന്നണം. ഒരു രീതിയിലും നമ്മൾ നാളെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ നാവിൽ നിന്ന് ഇതൊരു പ്രശ്നമാണ്, ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളുടെ പിയർ ഗ്രൂപ്പിൽ നിങ്ങൾ പറഞ്ഞു. അസ്മലിക്ക മുജീബിക്കയോട് പറഞ്ഞു, മുജീബിക്ക ഹാരിസിക്കയോട് പറഞ്ഞു. പക്ഷെ ഹാരിസിക്ക ഒരിക്കലും ടീമിനോട് പറയരുത്. അസ്മലിക്ക ഒരിക്കലും നിങ്ങളുടെ കസ്റ്റമറോട് പറയരുത്. മുജീബിക്ക ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ പറയരുത് ഇതൊരു പ്രതിസന്ധിയാണ്, ഇതൊരു പ്രശ്നമാണ്, ഇത് എന്താകുമെന്ന് അറിയത്തില്ല എന്ന് ഒരു കാരണവശാലും നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവരോട് പറയാൻ പാടില്ല. അതാണ് ലീഡർ. ആ ലീഡറിന്റെ ക്വാളിറ്റി കാണിക്കേണ്ട സമയമാണ്. ഇന്നലെ 2 രാജ്യങ്ങളിൽ നിന്നുള്ള 2 പേര് വിളിച്ചപ്പോൾ അവരോട് ചോദിച്ചു, ഇപ്പം ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഒക്കെ മേടിക്കാൻ പറ്റിയ സമയമാണല്ലോ അല്ലേ? ആൾക്കാർ ചിന്തിക്കുന്ന മറ്റു രീതിയിലാണ്. പറയുന്നത് ഇപ്പോൾ ഒരു ഡിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള മാർക്കറ്റ്സിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ പുറത്തോട്ട് പോകുന്നത് ഒരിക്കലും ഡെഫിനറ്റ്ലി കോസ്റ്റ് കട്ടിംഗ് ഒക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാര്യം. നമ്മുടെ വെണ്ടറിനടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞില്ല, ഇപ്പം നെഗോഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് അവരോട് ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ നെഗോഷിയേറ്റ് ചെയ്യാം. നമ്മൾ അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു വിൻ വിൻ സിറ്റുവേഷന് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ഈ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഒരു കോർ കമാൻഡിങ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഓക്യാഷിന് ഒരു കോർ കമാൻഡിങ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ അതും നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതാൻ വേണ്ടി. ഇപ്പോൾ പലർക്കും ഒരു സ്ട്രാറ്റജി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഒരു നല്ല സ്ട്രാറ്റജി കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ ഈ സമയത്തെ ക്യാഷ് ഫ്ലോ ആയിരിക്കണം നമ്മുടെ കമാൻഡിങ് സെൻറ്റർ. അതാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലായത്. താങ്ക് യു സർ. യെസ് പ്രിൻസാ, എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു വലിയൊരു ക്രൈസിസ് വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ വലിയൊരു ക്രാഷ്. കാരണം ഞാൻ ഫിനാൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലാണ്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഡൗൺ ആണ്. അപ്പം എന്നെ സംബന്ധിച്ച് എന്നെ അത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാത്തതിന് മെയിൻ കാരണം ഞാൻ പണ്ട് തുടങ്ങി ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു ബിസിനസ് മോഡൽ ഈ ഒരു റെക്കറിങ് റവന്യൂ. അതായത് ഇപ്പം എനിക്ക് ഏകദേശം കഴിഞ്ഞ മാസം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഹയസ്റ്റ് സെയിൽ നടന്ന ഒരു മാസം. അപ്പം നമ്മളും ഒരു സൈഡ് മാർക്കറ്റ് ഇടിയുന്ന സമയത്തും ഈ റെക്കറിങ് ആയിട്ടുള്ള ഈ ഒരു ഇൻഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് നമ്മളുടെ ക്യാഷിനെ പോസിറ്റീവായിട്ട് എപ്പോഴും നിലനിർത്തുന്നതിന് വേണ്ടി വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാവുന്ന ഏറ്റവും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് അത് പോസിറ്റീവ് ആക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് നമുക്ക് പോസിറ്റീവ് ആക്കി നിർത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തേണ്ടി വരും.
അപ്പൊ ഇപ്പൊ ഒരു ക്രൈസിസ് ആണ്. ഈ ഒരു ക്രൈസിസ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ പ്രതീഷ് സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ പൈസ ഉള്ളവരെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ഞാൻ എന്റെ ടീമിന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, ഇപ്പൊ വാറൻ ബഫറ്റ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ, ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി. അതായത് മറ്റുള്ളവരെല്ലാം പേടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. പക്ഷെ ഈ നിക്ഷേപിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം എന്നതാണ്. അത് നമ്മളവിടെ ഈ റിസർവ് ആയിട്ടും അങ്ങനെയുള്ള പല സംഭവങ്ങളായിട്ടും നമുക്ക് മാറ്റാൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇന്നലെ ഞാൻ ഇപ്പൊ ഒരു സർട്ടൻ എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ എൻ്റെ കയ്യിൽ ആ ഒരു ലിക്വിഡേറ്റ് ചെയ്യാവുന്ന ക്യാഷ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ടൈമിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യാനെല്ലാം പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റിസർവ് കീപ്പ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ ഫോളോ ചെയ്യുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്, നാളെ രാവിലെ നമ്മൾ പഠിക്കും ഈ ക്രൈസിസിൽ നമ്മൾ വളരെ വളരെ സ്റ്റേബിൾ ആണ് എന്ന് ഒരു പെർസീവ്ഡ് സ്റ്റെബിലിറ്റി മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാണ്. ഓക്കെ, മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണം നമ്മൾ ഭയങ്കര സ്റ്റേബിൾ ആണ്, നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്. ആസ് എ ലീഡർ, ആസ് എ കമ്പനി, ആസ് എ മാർക്കറ്റ് ലീഡർ നമ്മൾ പഠിച്ചു മാർക്കറ്റ് ഷെയർ ഒരിടത്തും ഡിമിനിഷ് ആവുന്നില്ല, ഇല്ലാതാവുന്നില്ല, അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതേ ഉള്ളൂ. ഈ ക്രൈസിസ് സമയം കഴിഞ്ഞ് ഇതൊക്കെ കെട്ടടങ്ങുന്ന സമയത്ത് അവസാനിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചെറുതായോ, നിങ്ങൾ അതുപോലെ തന്നെ നിൽക്കുന്നോ, നിങ്ങൾ വലുതായോ എന്ന്. ആ ചോദ്യം മാർക്കറ്റ് ഷെയറിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ഗ്രാബ് യുവർ മാർക്കറ്റ് ഷെയർ. അതെങ്ങനെ ആ ഒരു പെർസീവ്ഡ് വാല്യൂ അവിടെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് നാളെ രാവിലെ. സീ യു. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ആൻഡ് ലവ് യു.